കൃഷ്ണ കണ്ണൻ്റെ വനമാലയിലേക്ക് ഏവർക്കും സ്വാഗതം. 5 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളെയും കൊണ്ട് ഗുരുവായൂർ ചുറ്റമ്പലത്തിനകത്ത് ഉത്സവ സമയത്ത് കയറാനാവില്ല എന്ന് വിഷമിച്ച് ഗുരുവായൂർ ഉത്സവ വിശേഷങ്ങളും പാളയിൽ ഭഗവാന്റെ കഞ്ഞിയും പുഴുക്കും സ്വർണ്ണപ്പഴുക്കാ മണ്ഡപവും ഒക്കെ കണ്ട് സഹിക്കവയ്യാതെ ഉത്സവ സമയത്ത് ആ മണ്ണിലെങ്കിലും ഒന്ന് കാല് കുത്തിയാൽ മതിയെന്ന് കരുതി മോളെയും കൊണ്ട് ഗുരുവായൂർക്ക് പോവുക തന്നെയെന്ന് തീരുമാനിച്ചു. അങ്ങനെ സുഹൃത്തുക്കളോടൊപ്പം ഗുരുഭവനപുരിയിലേക്ക് ഭൂലോക വൈകുണ്ഠമായ ഗുരുഭവനപുരിയിലെത്തി കിഴക്കേ നടയിൽ നിന്ന് തൊഴുത് കഞ്ഞിക്കായി ക്യൂവിൽ നിന്നു. മഹാജനസാഗരം എന്നല്ലാതെ എന്തു പറയാൻ. കണ്ണനെ കാണാനും ഉത്സവമേളങ്ങൾ കാണാനും കഞ്ഞിയും പുഴുക്കും കഴിക്കാനുമായി ഗുരുഭവനപുരി ജനനിബിഡമാണ്. മണിക്കൂറുകൾ ക്യൂ നിന്ന ശേഷം ഭഗവാന്റെ ദേശപ്പകർച്ചക്കഞ്ഞി കുടിച്ചപ്പോൾ മണിക്കൂറുകൾ ക്യൂവിൽ നിന്ന ക്ഷീണം പോലും ഇല്ലാതെയായി. പിന്നീട് കുളിച്ചു തൊഴാനുള്ള തിടുക്കമായി. അങ്ങനെ തൊഴാനായി ക്യൂവിൽ നിന്നപ്പോൾ 5 വയസ്സിന് താഴെയുള്ള മോളെ അകത്തേക്ക് കയറ്റില്ലല്ലോ എന്ന് കരുതി സുഹൃത്തുക്കളോട് ക്യൂ നിൽക്കാൻ പറഞ്ഞ് ഞാൻ മാറി നിൽക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്കും ഞാൻ മാറി നിൽക്കാമെന്ന് പറഞ്ഞപ്പോൾ വിഷമം. ഒടുവിൽ ഒരു സെക്യൂരിറ്റിയോട് അന്വേഷിച്ചപ്പോൾ കുട്ടിയെ കയറ്റാലോ എന്ന മറുപടി കേട്ട് എനിക്കുണ്ടായ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. സ്വർണ്ണപ്പഴുക്ക മണ്ഡപത്തിൽ പൊന്നുണ്ണിക്കണ്ണൻ എല്ലാ രാജകീയ പ്രൗഢിയോടും കൂടി ഇരിക്കുന്ന കാഴ്ച, ആ ചൈതന്യം അതൊന്ന് അനുഭവിച്ചറിയേണ്ടതു തന്നെയാണ്. തൊഴുതു കഴിഞ്ഞ് ഉത്സവമൊക്കെയല്ലേ, തന്നെ കാണാൻ വരുന്നവർ എന്തൊക്കെയാ കൊണ്ടുവന്നിട്ടുണ്ടാവുക എന്ന് നോക്കി പൊന്നുണ്ണി ഇരിക്കുമ്പോൾ ഇത്തിരി മധുരം തന്നെയാകട്ടെ എന്ന് കരുതി ഒരു മുട്ടായി മാല ഞാനും സുഹൃത്തും പൊന്നുണ്ണിക്ക് സമർപ്പിച്ചു. ഉത്സവാലങ്കാരങ്ങളാലും മേളങ്ങളാലും ഗുരുഭവനപുരി നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച അങ്ങനെ രാത്രി മുഴുവൻ ഓടി നടന്നു കണ്ടു. പിന്നീട് പുലർച്ചെ പൊന്നുണ്ണിയെ കണ്ണിറയെ കണ്ടു. അങ്ങനെ കണ്ണനെ കണ്ണിറയെ കണ്ട് നടന്നു നീങ്ങുമ്പോൾ കമലുവിന് ഇന്നും ഒരു മയിൽപ്പീലി കിട്ടി കേട്ടോ. ഇത് 2ാമത്തെ തവണയാണ് കമലുവിന് മയിൽപ്പീലി കിട്ടുന്നത്. അങ്ങനെ ഭഗവാനെ കണ്ട് ഞങ്ങളുടെ കണ്ണുകളും മനസ്സും നിറഞ്ഞു. ആ മണ്ണിലെങ്കിലും ഒന്ന് ഓടിയെത്തിയാൽ മതിയെന്ന് കരുതി പുറത്തുനിന്ന് തൊഴാൻ പോയ എനിക്കും ഇത്രയും വലിയ മഹാഭാഗ്യം പൊന്നുണ്ണി തന്നു. ജന്മം സഫലമായി കണ്ണ. ആഗ്രഹിച്ചതൊക്കെയും കണ്ടറിഞ്ഞ് പൊന്നുണ്ണി നടത്തിത്തരുമ്പോൾ ഇനിയും വിളിക്കണേ എന്ന പ്രാർത്ഥന മാത്രം. പൊന്നുണ്ണിയോട് എന്നും നന്ദിയും സ്നേഹവും മാത്രം. എന്നും അടിയന് അങ്ങേ സേവിക്കാൻ സാധിക്കണേ ഭഗവാനെ. രാധേശ്യാം.